ലോകമെമ്പാടും ഇസ്രായേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളെ ചേർത്ത് നിർത്തി അഭയവും അന്നവും തന്ന നാട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഏതൊരു രാജ്യവും ഇസ്രായേലിനോട് കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നാട്. ആ നാട് അത്രത്തോളം ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഭാരതീയരായ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുമ്പോൾ ഇങ്ങനെ ഈ ഇസ്രായേലിന് വേണ്ടി വ്യാജ പ്രചരണം നടത്തി TRP റേറ്റിംഗ് കൂട്ടുന്ന അവരോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു മമതയും തോന്നുന്നില്ല. ഞാൻ അവരെ വില കൽപ്പിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ മാധ്യമ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാർത്തകളും കണ്ട് ദയവ് ചെയ്തിട്ട് പാനിക് ആവരുതെന്ന് ഞാൻ അവിടുത്തെ സാധാരണ ആൾക്കാരോട് പറയണം. കാരണം നിങ്ങളുടെ ഉറ്റവരും ഉടയവരും ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഇവിടുത്തെ സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ ഇവിടെയില്ല. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നോർമൽ കോൾ വഴിയോ ഞങ്ങളെയൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് പാനിക് ആവണ്ട. അയ്യോ അങ്ങനെ ഒരു വാർത്ത അവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നിട്ട് നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ജെറുസലേം മുഴുവൻ നിന്നി കത്ത് അമരുവാണെന്നൊക്കെ വാർത്ത കണ്ട് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയുള്ള നിങ്ങൾ വിചാരിക്കുന്ന നമുക്ക് പാനിക് ആവേണ്ട വലിയൊരു സിറ്റുവേഷനിൽ ആശങ്കകളുണ്ട്. തീർച്ചയായിട്ടും യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ആശങ്കകൾ ഉണ്ട് എങ്കിലും ഇസ്രായേൽ ഗവൺമെന്റിലും ഇസ്രായേൽ ഡിഫൻസ് സിസ്റ്റത്തിലും ഇവിടുത്തെ പ്രധാനമന്ത്രിയിലും അത്രയേറെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടും ആ ഒരു ട്രസ്റ്റ് നമുക്കുള്ളത് കൊണ്ടും നമുക്കൊന്നും യാതൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ തന്നെ പുറത്ത് വന്നിരിക്കുന്ന IDF സിവിൽ ഡിഫൻസ് ആയാലും പോലീസ് ബെന്യാമിൻ റീജിയൻ കൗൺസിൽ ഒക്കെ ആയാലും പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അതിനെതിരെയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തി സജ്ജരായിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രത്യാക്രമണങ്ങൾ ഉറപ്പായും ഉണ്ടാവുമെന്നും നമ്മുടെ ഇസ്രായേൽ കൗൺസിലും IDFന്റെ വക്താക്കളും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ടാണ് ആ ന്യൂസ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന് ആണവായുധം കയ്യിൽ സൂക്ഷിച്ചു വെക്കാം, അത് ഇറാൻ അത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇത് ഇസ്രായേലിന് മാത്രമുള്ളതാണോ? ഇറാൻ ഇത് ചെയ്യുന്നത് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ലേ? അതിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇതുപോലെ അനാവശ്യമായിട്ട് ഈ ആണവായുധത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ഇത് ഒരു ഗുണ്ടായിസം അല്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു കാര്യത്തിൽ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ അങ്ങനെ പലതും പ്രചരിപ്പിച്ച് വിടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട് കയറി ഒരാൾ ആക്രമിക്കാൻ വരുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വീടിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആയുധം അവിടെ ഉണ്ടാക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഒരിത് വന്നാൽ നമ്മൾ ആദ്യം പോയി അവരോട് ചോദിക്കും, ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബോംബൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ പറയാം, നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് നിലനിൽക്കണം. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ജൂത ജനത ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത്രയേറെ പീഡനം സഹിച്ചിട്ട് അവര് ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത ഒരു പവിത്രമായ പുണ്യമായ ഭൂമിയാണ്. ചരിത്ര രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജൂത ജനത അനുഭവിച്ച പീഡനങ്ങളുടെ ത്യാഗങ്ങളുടെ ഒക്കെ കഥകൾ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രത്തോളം അവര് കഷ്ടപ്പെട്ട് അവരത്രയും പുണ്യഭൂമിയായിട്ട് അവർ കരുതുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പിന്നെ ഞങ്ങളിവിടെ കയ്യും കെട്ടി നോക്കിയിരുന്നോളാം, നിങ്ങൾ വന്നിട്ട് ആക്രമിച്ചിട്ട് പോകൂ എന്ന് പറയാൻ പറ്റുമോ? അണുവായുധം എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. അത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്രായേലിന്റെ നേരെ തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ എന്താകും ഇവിടെയുള്ള സ്ഥിതി? അതിനെതിരെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. കാരണം അവരുടെ ആണവ നിലയം പോയി തകർത്തത് ഇസ്രായേലിനെതിരെ ഭീഷണിയാകുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറൊരു രാജ്യത്തും പോയി ഇസ്രായേൽ ഇത് ചെയ്യുന്നില്ല. ഇറാൻ ഇസ്രായേലിനെ നേരെ ആക്രമിക്കാൻ വേണ്ടി അണുവായുധം പ്രയോഗിക്കാൻ അവർ തയ്യാറെടുക്കുന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ആക്രമിച്ചത്. അതിന് മുന്നോടിയായിട്ട് അവർ പറയുന്നുണ്ട്, ടെഹ്റാൻ ആക്രമിക്കുകയും ടെഹ്റാന്റെ ആഭ്യന്തര മന്ത്രാലയം അതിനു ചുറ്റുമുള്ള ആണവ നിലയങ്ങളും എല്ലാം ഇവിടുന്ന് പോയിട്ട് ഡയറക്റ്റ് ഹിറ്റിൽ പോയിട്ട് അവര് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രിയപ്പെട്ട അദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ചുറ്റുമുള്ള സാധാരണ ജനങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം. അവർക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് 1.5 ദിവസത്തെ സമയവും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് അവിടെ പോയി നമ്മൾ ആക്രമിച്ചത്. ആ ഒരു ദിവസത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ടെഹ്റാൻ കത്തി അമരുന്നത് നമ്മൾ കണ്ടിരുന്നെങ്കിലും ആ സമയത്ത് യാതൊരുവിധ സിവിലിയൻസിനും ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ മെയിൻ കമാൻഡോസിന്റെ മടയിൽ കയറി അവരെ ചെന്ന് അടിച്ച് നമ്മൾ തിരിച്ച് ഇവിടെ ലക്ഷ്യസ്ഥാനം കണ്ട് നമ്മൾ ഇവിടെ തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ
വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇസ്രയേലിനെതിരെയാണ് സംസാരിക്കുന്നത്. ഈ ഇസ്രയേൽ എന്ന മഹാരാജ്യം ഇന്ത്യക്ക് എന്നും സഹായഹസ്തങ്ങളുമായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ്. എന്തിനാണ് ഇസ്രയേലിനെ മാത്രം ഇങ്ങനെ ത്രേജോവധം ചെയ്യുന്നത്? ഇറാനുമായി നമുക്ക് പല കരാറുകളിലും ബന്ധമുണ്ടെങ്കിലും ഇസ്രയേലുമായിട്ട് നമുക്ക് എന്നും ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു ആത്മബന്ധമുണ്ട്. ലോകരാഷ്ട്രങ്ങളൊക്കെ ഇന്ത്യയെ എതിർത്ത് നിന്നാലും ഇസ്രയേൽ എപ്പോഴും കൂടെ കാണുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ഏതൊരു സാഹചര്യത്തിലെ ഏതൊരു കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യത്തിലും രണ്ട് കൈ അയച്ച് സഹായിക്കാൻ ഇസ്രയേൽ എന്നും ഇന്ത്യയോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടെങ്കിലും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഇസ്രയേലിനൊപ്പം നിൽക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ കാണിക്കുന്നത് ഇസ്രയേലിലെ സാധാരണ സിവിലിയൻസിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു മുന്നറിയിപ്പും കൂടാതെ 300, 400, 500 തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. യുദ്ധത്തിൽ പോലും നമ്മൾ ഒരു നീതി കാണിക്കണമെന്ന് പറയാറുണ്ട്. അതായത് യുദ്ധത്തിൽ പാലിക്കേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഇസ്രയേൽ അത് എന്നും പാലിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ 100% ഞങ്ങൾക്കിവിടെ നിൽക്കുന്ന ആൾക്കാർക്കറിയാം. കാരണം ഒരു പ്രദേശം ആക്രമിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സാധാരണമായ ജനജീവിതം സ്തംഭിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് ആപത്തൊന്നും വരാൻ പാടില്ല എന്നുള്ള ഒരു പ്രോട്ടോകോൾ യുദ്ധ നിയമത്തിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഇസ്രയേൽ അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇറാന് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുമ്പോൾ സാധാരണ സിവിലിയൻസിനോട് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്. പക്ഷെ യാതൊരുവിധ പ്രോട്ടോകോളും പാലിക്കാതെ യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ തന്നെ പാതിരാത്രി 12 മണി അല്ലെങ്കിൽ 1 മണി 2 മണി 3 സമയത്ത് സാധാരണ ജനങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇസ്രായേലിന്റെ നേരെ ഇറാൻ 300, 400, 500 അധികം മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈലുകൾ, അത്രയും പ്രഹരണ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നു. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. അയൺഡോം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ രക്ഷാകവചമായ അയൺഡോം ഇവിടെ അതുപോലെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഡിഫൻസ് സിസ്റ്റവും ആയാലും ടെക്നോളജി ആയാലും ഒരു അലേർട്ട് നമ്മുടെ ഫോണിൽ എക്സ്ട്രീം അലേർട്ട് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. നമുക്കിവിടെ റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഹോം ഫ്രണ്ട് കമാൻഡ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരു മിസൈൽ എവിടുന്നെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എക്സ്ട്രീം അലേർട്ട് പറയുന്നുണ്ട്. ആ എക്സ്ട്രീം അലേർട്ടിൽ നമുക്ക് 15 മിനിറ്റ് സമയമുണ്ട്. 2300 മൈലുകൾക്കപ്പുറമാണ് ഇറാന്റെ മിസൈലുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. നമുക്കൊരു ഒരു ടൈം ബീയിങ് ഉണ്ട്. 15 മിനിറ്റ് സമയത്തിനുള്ളിൽ ബങ്കറിലേക്ക് പോകാനും സുരക്ഷിതമായി അവിടെ ഇരിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പം യമനിൽ നിന്ന് ഹൂതികൾ ഇവിടേക്ക് മിസൈൽ അയക്കുന്നുണ്ട്. അത് നമുക്കൊരു 1.5 മിനിറ്റിന്റെ ദൂരമേ ഉള്ളൂ. ഗാസയിൽ നിന്നും നമുക്ക് ഒരുപോലെ, ഗാസയിൽ നിന്നും പലസ്തീനിൽ നിന്നും പിന്നെ യമന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ ഭാഗത്ത് നിന്നും മസീവായിട്ടൊരു അറ്റാക്ക് നമ്മുടെ നേരേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു എക്സ്ട്രീം അലേർട്ട് കാണിക്കുകയും നമ്മൾ എല്ലാവരും സേഫ്റ്റി റൂമിലേക്ക് പോവുകയും ആ സേഫ്റ്റി റൂമിൽ നമ്മൾ വളരെ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ടൈം ബീയിങ് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് അടുത്ത മെസ്സേജ് വരികയാണ്, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്, ദയവ് ചെയ്ത് നിങ്ങൾ അതിന് പുറത്തേക്ക് ഇറങ്ങാം, പക്ഷെ ആ പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ സ്ഥലത്ത് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, സാധാരണ ജീവിതം നയിക്കുന്നു. വീണ്ടും മിസൈൽ ആക്രമണം എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ ജനജീവിതത്തെ ഒന്നും അത് ബാധിക്കുന്നില്ല.